ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു സ്പാ ഓണറാണോ? മെജോറിറ്റി സ്പാ ഓണേഴ്സ് എന്നെ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ സ്പായിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നില്ല, കസ്റ്റമേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡെയിലി അവർ ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കസ്റ്റമേഴ്സിന്റെ ഒരു എണ്ണം അത്രയും കസ്റ്റമേഴ്സ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കംപ്ലൈൻസ് പല സ്പാ ഓണേഴ്സും പറയാറുണ്ട് കേരളത്തിൽ തന്നെ. സോ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആസ് എ സ്പാ ഓണർ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെജോറിറ്റി സ്പാ ഓണേഴ്സും ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു 3 മിസ്റ്റേക്കുകളുണ്ട് ഫേസ്ബുക്കിൽ അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത്. അതാണ് ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മിസ്റ്റേക്സ് പറഞ്ഞാൽ ഒന്നാമത്തെ പറഞ്ഞാൽ ക്രിയേറ്റ് ഫേക്ക് അക്കൗണ്ട്സ്. ഈ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും തങ്ങളുടെ ഐഡന്റിറ്റി മറ്റുള്ളവർ അറിയുമോ, ആരാണ് ഈ പേജ് മാനേജ് ചെയ്യുന്നത്, ഇതിൽ അഡ്വർടൈസ് ചെയ്യുന്നതൊക്കെ ഉള്ളത് മറ്റുള്ള ആൾക്കാർ അറിയോ എന്നുള്ളത് പേടിച്ചിട്ടാണ് പലപ്പോഴും ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഫേക്ക് അക്കൗണ്ട്സിലായിരിക്കും ചിലപ്പോൾ ഇവർ പേജും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും ആ രീതിയിൽ ചെയ്യരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫേസ്ബുക്കിന്റെ പോളിസി പ്രകാരം തെറ്റാണ്. സോ ഒരു കാരണവശാലും നിങ്ങൾ ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. സോ നിങ്ങൾ ആ പേജിൽ അഡ്വർടൈസിങ് ചെയ്താലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അതിൽ ആരാണ് അത് മാനേജ് ചെയ്യുന്നതെന്നോ, ആരാണ് അത് പോസ്റ്റ് ചെയ്യുന്നതെന്നോ, ആരാണ് അതിൽ അഡ്വർടൈസിങ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കില്ല. സോ ആ ഒരു കാര്യം പേടിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യരുത്. ഓക്കെ, ഒന്നാമത്തെ മിസ്റ്റേക്ക് ഇതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ ഡിവൈസിൽ തന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ലോഗിൻ ചെയ്യുന്നുണ്ട്. സെയിം ഫോണിൽ തന്നെ വേറെ വേറെ ഫേസ്ബുക്ക് അക്കൗണ്ട്സ് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ സെയിം ലാപ്ടോപ്പിൽ സെയിം ഡെസ്ക്ടോപ്പിൽ തന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ലോഗിൻ ചെയ്യുക എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ രീതി കാണാറുണ്ട്. സോ അതും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, മൂന്നാമതെന്ന് പറഞ്ഞാൽ മെജോറിറ്റി സ്പാ ഓണേഴ്സും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റ് ചെയ്യാണ്. നമ്മൾക്ക് അറിയാം, നിങ്ങൾ പലരും ചെയ്യുന്നത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടും, ആ പോസ്റ്റിനെ ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യാന്നുള്ളത്. ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എൻക്വയറീസ് വരും. പക്ഷെ ആ എൻക്വയറീസ് വരുന്നത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ ഒരു റിപ്പോർട്ട് എടുത്താൽ മനസ്സിലാവും അതിൽ എത്രത്തോളം ജെനുവിൻ ലീഡ്സ് ഉണ്ട്, എത്രത്തോളം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എത്രത്തോളം എൻക്വയറീസ് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെയാണ്. ഓക്കെ, സോ ഒരു കാരണവശാലും ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യാതിരിക്കുക. ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് എൻക്വയറീസ് ജനറേറ്റ് ചെയ്ത് തരാനുള്ള ഒരു മെത്തേഡ് അല്ല എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, റിയലൈസ് ചെയ്യുക. ഓക്കെ, അതൊരിക്കലും നിങ്ങൾക്ക് ജസ്റ്റ് ലീഡ്സ് ജനറേറ്റ് ചെയ്താനുള്ള ഓപ്ഷൻ അല്ല. നിങ്ങൾക്ക് ക്വാളിറ്റി ലീഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്കിന്റെ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. ഓക്കെ, ആഡ്സ് മാനേജറിൽ ആഡ് ചെയ്യുന്ന പലരും ഒരു കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്യാൻവയിൽ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ നിങ്ങളൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ആഡ്സ് മാനേജറിൽ ആഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ ബഡ്ജറ്റ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. നിങ്ങൾ കൊടുക്കുന്ന ഫേസ്ബുക്കിന് കൊടുക്കുന്ന ബഡ്ജറ്റ് കൃത്യമായിട്ടാണോ സ്പെൻഡ് ആവുന്നത്, എത്രത്തോളം ആളുകൾ കാണുന്നു, അതിൽ എത്രത്തോളം ക്വാളിറ്റി ലീഡ്സ് വരുന്നുണ്ട്. മാത്രമല്ല അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ റിപ്പോർട്ട് ഉൾപ്പെടെ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നുണ്ട്. സോ ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, ഇപ്പം ഈ നിമിഷം സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ആഡ്സ് മാനേജർ ഉപയോഗിച്ചിട്ട് പരസ്യം ചെയ്യുക. ആഡ്സ് മാനേജറിൽ പരസ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മളെ ലൊക്കേഷനാണ്. ടാർഗറ്റിങ്ങിൽ നമ്മളെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ഒരു 10 മുതൽ 15 കിലോമീറ്റർ അതിന്റെ ഉള്ളിൽ കൊടുക്കുക. അല്ലാതെ ഒരിക്കലും ഒരു ഡിസ്ട്രിക്ട് കംപ്ലീറ്റ് ആയിട്ടൊന്നും കവർ ചെയ്യുന്ന രീതിയിൽ സ്പായ്ക്ക് പരസ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അത്രയും സ്പാസ് ഉണ്ടാവും. ഇപ്പൊ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും അടുത്തടുത്തടുത്ത് അത്രയും സ്പാസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു ഡിസ്ട്രിക്ട് മൊത്തം കവർ ചെയ്ത് പരസ്യം ചെയ്യുന്നതിന് പകരം ജസ്റ്റ് നിങ്ങളൊരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15, മാക്സിമം 15 കിലോമീറ്റർ ആ റേഡിയസിൽ പരസ്യം ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏജ്. കൃത്യമായിട്ട് നിങ്ങളെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ ഡാറ്റ നോക്കുക. നിങ്ങളെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ ഏത് ഏജ് റേഞ്ചിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ആ ഒരു ഏജ് റേഞ്ചിന് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, പലരും ചെയ്യുന്ന 18 മുതൽ അല്ലെങ്കിൽ 20 മുതൽ 65 പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പലരും കൊടുക്കുന്നത് കാണാറ്. സോ അങ്ങനെ കൊടുക്കാതെ കൃത്യമായിട്ട് നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ഏത് ഏജ് റേഞ്ചിലുള്ള ആൾക്കാരാണ്, ഒരു 35 മുതൽ ഒരു 55 വയസ്സ് വരെ ആൾക്കാരാണ് മെജോറിറ്റി നിങ്ങൾക്ക് വരുന്നെങ്കിൽ ആ ഏജ് റേഞ്ചിനെ ഫോക്കസ് ചെയ്തിട്ട് പരസ്യം ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വരുന്ന ഒരു കാര്യമാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഏത് ജെൻഡർ ആണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ ഫോക്കസ്, ഇപ്പൊ മെയിൽ
കസ്റ്റമേഴ്സിനെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ മെയിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ജെൻഡർ കറക്റ്റ് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഫീമെയിൽസിനാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഫീമെയിൽ തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി രണ്ട് ജെൻഡറിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൽ ഫീമെയിലിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ഇതും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന സ്പാമേഴ്സ് അല്ല, മെജോറിറ്റി അഡ്വർടൈസിങ് ചെയ്യുന്ന ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ്, ഡെമോഗ്രാഫി ഇതൊക്കെ അറിയുന്നതും സംശയമുള്ളതും ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളായിട്ടുള്ള എല്ലാ സാധനവും കുറേ ഒരു 10-15 വാരി വലിച്ചൊക്കെ കൊടുക്കും. ഇതിന്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവര് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ടാർഗറ്റിങ് കൊടുക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ വരുന്നതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇത്രയും വലിച്ചു വാരി കൊടുക്കുന്ന സമയത്ത് ഈ ബോട്ട്സ് കൺഫ്യൂസ്ഡ് ആവുക ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ അവരെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവരുമായിട്ട് ഏറ്റവും അടുത്ത് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഇൻട്രസ്റ്റ് ഡെമോഗ്രാഫിയാണ്. അതും വളരെ കുറഞ്ഞ എണ്ണം മാത്രം, മാക്സിമം ഔട്ട് ഓഫ് 5ന്റെ ഉള്ളിൽ മാത്രമേ നമ്മൾ കൊടുക്കൂ. അതിന്റെ മുകളിലേക്ക് നമ്മൾ ചുമ്മാ വലിച്ചു വാരി കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല, നമുക്കത് കൃത്യമായിട്ട് കിട്ടില്ല. ഓക്കെ, ഒരുപാട് കൊടുക്കാതെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഡെമോഗ്രാഫി മാത്രം നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നുള്ളത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, ഈ ലാംഗ്വേജിന്റെ ഞാൻ എടുത്തു പറയാൻ കാരണം വെച്ചാൽ പല സ്പാമേഴ്സും പറയുന്ന കാര്യം വെച്ചാൽ ഞങ്ങൾ പരസ്യം ചെയ്യുന്ന സമയത്ത് ഈ ഹിന്ദിക്കാരെ, തമിഴന്മാരെ, അവരെ മറ്റ് ലാംഗ്വേജിലുള്ള ആളുകളുടെ ഒക്കെ വെറുതെ ചുമ്മാ വേസ്റ്റ് ലീഡ്സ് വരുന്നു എന്നുള്ളൊരു കംപ്ലൈന്റ് പൊതുവെ കേൾക്കാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ ഇവർ സ്കിപ്പ് ചെയ്യും. ഓക്കെ, ലാംഗ്വേജ് കൃത്യമായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുക. നിങ്ങൾ മലയാളി കസ്റ്റമേഴ്സിനെയാണ് ടാർഗറ്റിങ്, മലയാളം, ഇംഗ്ലീഷ് ഈ 2 ലാംഗ്വേജ് മാത്രം അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദി, അതുപോലെ തന്നെ മറ്റ് തമിഴ്, മറ്റു ഭാഷകളിൽ നിന്നുള്ള ആൾക്കാരുടെ ചുമ്മാ വെറുതെ നമ്മളെ പൈസ പോകുന്ന രീതിയിലുള്ള എൻക്വയറീസ് വന്നുകൊണ്ടേയിരിക്കും. സോ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇതിന്റെ ഒരു ഫൈനൽ ടിപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം. പല സ്പാമേഴ്സും ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി പൈസ മുടക്കും, ഡെയിലി പരസ്യം ചെയ്യും, പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനാണ് നോക്കുന്നത്. പുതിയ ആൾക്കാർ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഒരു ഡാറ്റ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ ഡാറ്റ വെച്ചിട്ട് നമുക്ക് റീടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, റീടാർഗറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊരു ഹ്യൂജ് ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു 1000ന്റെ മുകളിൽ 2000ന്റെ മുകളിൽ കസ്റ്റമർ ഡാറ്റാബേസ് ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡാറ്റ നിങ്ങൾക്ക് ഫേസ്ബുക്കിലേക്ക് കൊടുക്കാൻ പറ്റും. കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിനോട് എന്ത് പറയാൻ പറ്റും, ഇതാണ് എൻ്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്, എനിക്ക് ഇതേപോലെയുള്ള കസ്റ്റമേഴ്സാണ്, സിമിലർ ഓഡിയൻസിനെ വേണം, അല്ലെങ്കിൽ സിമിലർ ആൾക്കാരെ എൻ്റെ പരസ്യം കാണിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ഫേസ്ബുക്കിനോട് പറയാൻ പറ്റും. സോ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ലീഡ്സ് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഓക്കെ, റീടാർഗറ്റിംഗ് ഒന്നും പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, അറിയില്ല. ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ വിരളമായുള്ള ആളുകൾ മാത്രമേ ഇത് ഉപയോഗിക്കുന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേസ്ബുക്കിനെ സംബന്ധിച്ച് ഫേസ്ബുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നമുക്ക് ലീഡ്സ് തരും. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസ്റ്റ് പെർ ലീഡ്. ഒരു ലീഡിന് എത്ര കോസ്റ്റ് ചെലവാകുന്നു, ഈ കോസ്റ്റിനെ കുറയ്ക്കാനാണ് എല്ലാവരും നോക്കുന്നത്. ശരിയല്ല? നിങ്ങളും ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു കാര്യത്തിലേക്ക്, എനിക്ക് ലീഡ് ഇന്ന് 10 രൂപ കിട്ടി, പിന്നെ നാളെ ഇതിലും കുറച്ച് കിട്ടണം എന്നുള്ള രീതിയിൽ കോസ്റ്റ് കുറയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഒരിക്കലും ലീഡിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കോസ്റ്റ് പെർ ലീഡിലല്ല, ലീഡ് ക്വാളിറ്റിയിലാണ്. ഓക്കെ, വരുന്ന ലീഡ്സിന്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരുന്ന ലീഡ്സ്, അതായത് ഫേസ്ബുക്കിനെ സംബന്ധിച്ച് ഫേസ്ബുക്ക് നിങ്ങൾക്ക് ലീഡ്സ് തരാൻ മാത്രമേ ഉള്ളൂ. ഈ ലീഡ് തന്നതിന് ശേഷം എന്ത് നടന്നു എന്നുള്ളത് ഫേസ്ബുക്കിന് അറിയില്ല. സോ അത് നമ്മൾ ആ ഒരു ഡാറ്റ നമ്മൾ തിരിച്ച് ഫേസ്ബുക്കിലേക്ക് കൊടുക്കുക. ഇത്ര ലീഡ് വന്നു, 10 ലീഡ് വന്നു, 10 ലീഡിൽ ഇത്ര ലീഡ് കൺവേർട്ട് ആയി, ഇത്ര ലീഡ് ക്വാളിറ്റി ഉള്ളതാണ്, ഇത്ര ലീഡ് വേസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ തിരിച്ച് നമ്മൾ ആ ഒരു ഡാറ്റ തിരിച്ച് ഫേസ്ബുക്കിലേക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആഡ് കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ആവും. കാരണം ആ ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ടിന്റെ ഉള്ളിലുള്ള ആ ഒരു ആഡിനെ കൺട്രോൾ ചെയ്യുന്ന ബോട്ടിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇത്ര ലീഡ് കൊടുത്തു, അതിൽ ഇത്ര പേര് കൺവേർട്ട് ആയി, ഇത്ര ക്വാളിഫൈഡ് ആയിട്ടുണ്ട്, ഇത്ര എണ്ണം വേസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ അതിനൊരു ക്ലാരിറ്റി കിട്ടുന്ന സമയത്ത് അത് അതിനനുസരിച്ച് ഒപ്റ്റിമൈസ് ആവുകയും നിങ്ങൾക്ക് കൂടുതൽ നല്ല ലീഡ്സ് തരാൻ ആ ഒരു ആഡ് അക്കൗണ്ടിന് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്ന ഒരു സ്പാമർ ആണെങ്കിൽ നിങ്ങളെ ആഡ് അക്കൗണ്ട് ത്രൂ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പരസ്യം ത്രൂ നിങ്ങളെ സ്ഥാപനത്തിലേക്ക് നല്ല കസ്റ്റമേഴ്സ്
ക്വാളിറ്റി കസ്റ്റമേഴ്സ് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. നിങ്ങളെ ആഡിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം. അതുപോലെ ഇതുപോലുള്ള നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് വെക്കുക. താങ്ക് യു.